ഹായ് ഓൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കനകക്കുന്ന് പാലസിലാണ് കേട്ടോ. 2025 ക്രിസ്മസിനെയും 2026 പുതുവർഷത്തെയും വരവേൽക്കാനായി കനകക്കുന്ന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെ വസന്തോത്സവം 2025 ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞാനും എൻ്റെ ജൂനിയേഴ്സും കോളേജിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചൊരു പേഴ്സണൽ ടച്ച് ഉണ്ട് ഈ എക്സിബിഷനിൽ. മറ്റൊന്നുമല്ല, നമ്മുടെ കോളേജും ഇതിൻ്റെ ഒരു ഭാഗമാണ്. കേരള കാർഷിക സർവകലാശാലയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമും ഈ ഫ്ലവർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഷോ ആണ് കേട്ടോ ഇത്. വിവിധ ഇനം അലങ്കാര പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ ചേർത്ത് വെച്ച് അതിമനോഹരമായിട്ടുള്ളൊരു വസന്തോത്സവമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഇതര സ്ഥാപനങ്ങളും മറ്റു പ്രൈവറ്റ് നഴ്സറികളും ഒക്കെ ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു വേദിയാണിത്. അപ്പോൾ നമുക്ക് വസന്തോത്സവം 2025 കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ. പൂച്ചെടികളിൽ ക്രൈസാന്തിമത്തിൻ്റെ പലതരത്തിലുള്ള പല നിറത്തിലുള്ള ഇനങ്ങളുണ്ടായിരുന്നു. അത് ഈ ഹോൾ ഫ്ലവർ ഷോയിൽ ഒരു പ്രത്യേക സ്ഥാനം പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഓർക്കിഡുകൾ, ആന്തൂറിയം, ദെൻ കോളിയസ്, പലതരത്തിലുള്ള ഫോളിയേജ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റും ഒരു ഹാളിൽ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓർണമെൻ്റൽ പ്ലാന്റ്സിനൊപ്പം തന്നെ ബോൺസായി പ്ലാന്റ്സിൻ്റെയും നല്ലൊരു ശേഖരം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോളേജിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബോൺസായി പ്ലാന്റ്സും അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ വെള്ളായണി ഇൻസ്ട്രക്ഷണൽ ഫാം എന്ന ബോർഡ് കാണുമ്പം നമുക്കൊരു പ്രത്യേക സന്തോഷം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേയധികം ബോൺസായി പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടെ നമ്മുടെ കോളേജുകൾ, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും പിന്നെ പ്രൈവറ്റ് നഴ്സറികളിൽ നിന്നും ഒക്കെയുള്ള എക്സിബിഷൻ മെറ്റീരിയൽസ്, അതായത് ഫ്ലവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോളിയേജ് പ്ലാന്റ്സ്, ബോൺസായി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. പിന്നെ ഈ ബോൺസായിയെ പറ്റിയിട്ട് 1-2 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും ബോൺസായി എന്താണെന്നറിയായിരിക്കും.
പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് 1-2 പോയിൻറ്റ്സ് ഓർമ്മ വന്നെന്ന് പറയാമേ. ഈ ബോൺസായി എന്ന് പറയുന്ന ടെക്നിക്ക് ഒറിജിനേറ്റ് ചെയ്തത് ചൈനയിലാണ്. ബട്ട് ഇറ്റ് ഈസ് പോപ്പുലറൈസ്ഡ് ഇൻ ജപ്പാൻ. ജാപ്പനീസ് ഗാർഡൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻറ്റിൽ ഒന്നാണ് ബോൺസായി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഈ ബോൺസായി പ്ലാന്റ്സ് ഒരു ലാൻഡ്സ്കേപ്പിന് ഒരു പ്രത്യേക ഭംഗി തരാറുണ്ട് അല്ലേ. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അവിടെ നിന്ന് എല്ലാവരും ഈ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ നടന്ന് ഈ ഫ്ലവേഴ്സൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനകക്കുന്ന് കാണാനായിട്ട് എന്തൊരു ഭംഗിയായിരുന്നല്ലോ. കനകക്കുന്ന് പാലസ് ആസ് സച്ച് അടിപൊളിയാണ്. ഈ ലൈറ്റും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നി. രാത്രി ആയപ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും തരക്കേടില്ലാത്തൊരു സമയത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിക്കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഒരു ജനസാഗരമായിരുന്നു. പിന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ദിവസം ക്രിസ്മസിൻ്റെ അന്നായിരുന്നു, December 25 അന്ന് എല്ലാവർക്കും കനകക്കുന്ന് പ്ലാൻ ഉണ്ടായിരുന്ന പോലെയായിരുന്നു. ഹോൾ ട്രിവാൻഡ്രം അവിടെ ഉണ്ടായിരുന്നൊരു ഫീലായിരുന്നു എനിക്ക്. പിന്നെ കുറേ അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ട്രിവാൻഡ്രം എപ്പോഴും ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ആ ട്രിവാൻഡ്രത്തിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടുന്ന, അല്ലെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സമയമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എടുക്കുമ്പോൾ. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വസന്തോത്സവം, കനകക്കുന്നിൻ്റെ ഈ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇതൊക്കെ നടന്ന് കണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പുറത്ത് ചാടി നേരെ കോളേജിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ കനകക്കുന്നിലെ വസന്തോത്സവം 2025 കാണാൻ പോയ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ മിനി മൊമെൻറ്റ്സ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും കനകക്കുന്നിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, പോകാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കനകക്കുന്നിലേക്ക് വയ്ക്കൂ. January 4 വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തിരി പ്രതീക്ഷകളൊക്കെ ആയിട്ട് 2026 വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് കൂടി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ അടുത്ത വ്ലോഗുമായിട്ട് പിന്നെ കാണാം കേട്ടോ.